LGS LDC മാതൃകാ ചോദ്യങ്ങൾ. സയൻസിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? പ്രകാശത്തിന് കണികകളുടെ സ്വഭാവമുണ്ട് അഥവാ കോർപ്പസ്കുലാർ തിയറി, കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ചേരുംപടി ചേർക്കാൻ ചോദിക്കാം. കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടൺ. എല്ലാ ആസിഡിലും അടങ്ങിയ മൂലകം ഏത്? ഹൈഡ്രജൻ. HCl, H2SO4, HNO3 തുടങ്ങി ഏത് ആസിഡ് എടുത്താലും ആസിഡിൽ പൊതുവായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫൂക്കോൾട്ട്. അവിടെ ശ്രദ്ധിക്കുക, പ്രകാശം മാധ്യമത്തിൻ്റെ പ്രസൻസ് ഇല്ലാതെ സഞ്ചരിക്കും, പക്ഷേ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതുപോലെ ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയെന്ന് ലിയോൺ ഫൂക്കോൾട്ട് പറഞ്ഞു. ആ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. നമുക്കെല്ലാം അറിയാം, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് എന്നോർത്ത് നമ്മൾ പെട്ടെന്ന് JJ തോംസൺ മാർക്ക് ചെയ്യും. ഇലക്ട്രോൺ കണ്ടുപിടിച്ചയാൾ JJ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ്, നെഗറ്റീവ് ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത് മില്ലിക്കൺ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം 1.6 × 10⁻⁻⁹ കൂളും. ഫോട്ടോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം ഏത്? ഫോട്ടോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമാണ് സിൽവർ ബ്രോമൈഡ്. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ പറയാൻ പറ്റുന്ന അനുബന്ധ വസ്തുതകളും ചർച്ച ചെയ്ത് മുന്നോട്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.